ഡൗട്ട്നട്ട് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഡൗട്ട്നട്ടിൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സംശയങ്ങൾ മലയാളത്തിൽ പരിഹരിക്കപ്പെടും. നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക, ക്രോപ്പ് ചെയ്യുക, തലക്ഷണ വീഡിയോ പരിഹാരം നേടുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് ഞങ്ങളുടെ ഡൗട്ട്നട്ട് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Hello everyone. So നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. 3 electrolytic cells A, B, C containing solutions of ZnSO4, AgNO3 and CuSO4 respectively are connected in series. A steady current of 1.5 amperes was passed through them until 1.45 gram of silver deposited at the cathode of cell B. How long did the current flow? What mass of copper and zinc were deposited? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ 3 സെൽസ് ഉണ്ട്. അതാണ് എ, ബി ആൻഡ് സി കണക്റ്റഡ് ഇൻ സീരീസ്. ഇവരെ എന്താണ് ഒരു സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. എ എന്ന് പറയുന്നത് എന്താണ്? സിങ്ക് സൾഫേറ്റ് ZnSO4. ബി എന്ന് പറയുന്നത് AgNO3 സിൽവർ നൈട്രേറ്റ്. സി എന്ന് പറയുന്നത് എന്താണ്? കോപ്പർ സൾഫേറ്റ് CuSO4. ഓക്കെ, ഇത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു കറണ്ട് പാസ് ചെയ്യുകയാണ്, ഹാവിങ് 1.5 ആംപിയർ. ഓക്കെ, അപ്പോൾ ത്രൂ ഔട്ട് ഇതുവഴി പാസ് ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? 1.5 ആംപിയർ. ഓക്കെ, സോ ഐ എന്ന് പറയുന്നത് 1.5 ആംപിയർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത കാര്യം പറഞ്ഞിട്ടുള്ള എന്താണ്? സെൽ ബിയുടെ കാത്തോഡിൽ 1.45 ഗ്രാം ഓഫ് സിൽവർ ആണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാസ് ഓഫ് സിൽവർ ഡിപ്പോസിറ്റഡ് നമുക്ക് തന്നിട്ടുണ്ട് 1.45 ഗ്രാം എന്ന്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബിയുടെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ടൈം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ത്രൂ ഔട്ട് ഈ സെല്ലിൽ കൂടി എല്ലാം പാസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഒരേ ടൈമിലായിരിക്കും ഈ 1.5 ആംപിയർ പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെൽ എ, ബി, സി ഏതെടുത്താലും എന്തായിരിക്കും? ടൈം എന്ന് പറയുന്നത് ഒന്ന് തന്നെ ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇതുവഴി പാസ് ചെയ്യുന്ന ചാർജ് ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, കാരണം എന്താണ്? 1.5 ആംപിയർ കറണ്ട് ഒരേ ടൈമിൽ പാസ് ചെയ്യുമ്പോഴേക്കും അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ചാർജ് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? ഈ ടൈം ടി നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ മാസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് നമുക്ക് കണ്ടുപിടിക്കണം. മാസ് ഓഫ് സിങ്ക് ഡെപ്പോസിറ്റഡും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സെൽ ബിയിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, സെൽ ബിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കാത്തോഡിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ കാത്തോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? അവിടെ റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. സോ Ag+ എന്നുള്ളത് റെഡ്യൂസ് ചെയ്തിട്ട് എന്താകുന്നു? സിൽവർ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എത്ര ഗ്രാമാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്? 1.45 ഗ്രാമാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഒരു മോൾ Ag+, ഓക്കെ, ഒരു മോൾ ചാർജ് യൂസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു? ഒരു മോൾ സിൽവർ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി 1 മോൾ ഓഫ് സിൽവർ എന്ന് പറയുന്നത് എന്താണ്? 108 ഗ്രാം ആണ്. ഓക്കെ, ഇത് എവിടുന്ന് വന്നു? ഇതിൻ്റെ അറ്റോമിക് മാസിൽ നിന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഒരു അറ്റോമിക് മാസ് ഓഫ് സിൽവർ എന്ന് പറയുന്നത് 108 ഗ്രാം ആണ്. സോ 1 മോൾ എന്ന് പറയുന്നത് 108 ഗ്രാം ആകും. ഓക്കെ, ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടൈം നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ 1.45 ഗ്രാം ആണ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് എത്ര ചാർജ് യൂസ് ചെയ്തിട്ടാണ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 1 മോൾ ചാർജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1 മോൾ എന്ന് പറയുന്നത് എന്താണ്? 1 ഫാരഡേ. അപ്പോൾ 96500 കൂളും ഓഫ് ചാർജ് യൂസ് ചെയ്തിട്ടാണ് 1 മോൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 1.45 ഗ്രാം ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര ചാർജ് ആയിരിക്കും വേണ്ടത്? സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1.45 ഗ്രാം ഓഫ് Ag will be deposited by നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത്? 1 കൂളും ഓഫ് ചാർജ്. സോ 96500 കൂളും മൾട്ടിപ്ലൈഡ് ബൈ നമുക്ക് എത്ര മാസിൻ്റെതാണ് കണ്ടുപിടിക്കേണ്ടത്?
1.45ൻ്റെതാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ഫാരഡേ എന്ന് പറയുന്നത് 108 ഗ്രാം ഡിപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചാർജ് എന്തായിട്ട് മാറും? 1295.6 കൂളുംബ് ഓഫ് ചാർജ് യൂസ് ചെയ്തിട്ടാണ് 1.45 ഗ്രാം ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടുത്തെ ചാർജ് നമുക്ക് കിട്ടി. സോ 1295.6 കൂളും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ത്രൂ ഔട്ട് എന്തായിരിക്കും? കോമൺ ആയിരിക്കും. ഓക്കെ, ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടൈം കണ്ടുപിടിക്കാം. ടൈം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫാരഡേസ് ലോയിൽ Q ഇസ് ഈക്വൽ ടു IT എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കാം. അപ്പോൾ ഇവിടെ എന്തുണ്ട്? നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചാർജും ഉണ്ട്, കറണ്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ടൈം T എന്ന് പറയുന്നത് എന്താണ്? Q/I. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. Q എന്ന് പറയുന്നത് 1295.6 ഡിവൈഡഡ് ബൈ കറണ്ട് എന്ന് പറയുന്നത് 1.5 ആംപിയർ. സോ നമുക്ക് ഇവിടുത്തെ ടൈം എന്ത് കിട്ടും? 864 സെക്കൻഡ്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്ത് കണ്ടുപിടിച്ചു? ടൈമും കണ്ടുപിടിച്ചു. അതാണ് 864 സെക്കൻഡ്സ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മാസ് ഓഫ് കോപ്പർ ആണ് അടുത്ത കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. മാസ് ഓഫ് കോപ്പർ എവിടെ നിന്നാണ്? സെൽ സിയിൽ നിന്നാണ് നമുക്ക് മാസ് ഓഫ് കോപ്പർ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇവിടെയും എന്താണ്? കാത്തോഡാണ് റിയാക്ഷൻ തരുന്നത്. അപ്പോൾ എന്താണ്? എഗെയിൻ റിഡക്ഷൻ ആയിരിക്കും. അപ്പോൾ സൊല്യൂഷനിലുള്ള Cu2+ അയോൺസ് എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോൺസിനെ മേടിച്ചിട്ട് കോപ്പർ സോളിഡ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 1 മോൾ ഓഫ് Cu2+ 2 മോൾ ഇലക്ട്രോൺസ് യൂസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു? 1 മോൾ കോപ്പറിനെ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കോപ്പറിൻ്റെ 1 മോൾ എന്ന് പറയുന്നത് എന്താണ്? 63.5 ഗ്രാം ആണ്. ഓക്കെ, ഇതെവിടെ നിന്ന് കിട്ടി? അറ്റോമിക് മാസിൽ നിന്ന് കിട്ടി. ഇനി ഇവിടുത്തെ വ്യത്യാസം എന്താണ്? ഇവിടെ 2 മോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ചാർജ് എന്തായിരിക്കും? 2 × 96500 കൂളുംബ് എന്നായിരിക്കും ഈ 2 ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേണ്ടത്? മാസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മാസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാസ് എന്ന് പറയുന്നത് 1295.6 കൂളുംബ് ഓഫ് ചാർജ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാസാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. 63.5 ഗ്രാം ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 × 96500 കൂളുംബ് ഓഫ് ചാർജ് ആണ് ആവശ്യം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ 1295.6 കൂളുംബ് യൂസ് ചെയ്തിട്ട് എത്ര ഗ്രാം ആയിരിക്കും ഡിപ്പോസിറ്റ് ചെയ്യുന്നത്? അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് 1295.6 കൂളുംബ് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര മാസാണെന്ന് വേണം. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്താണുള്ളത്? 2 × 96500 കൂളുംബ് യൂസ് ചെയ്തിട്ട് 63.5 ഗ്രാം ഡിപ്പോസിറ്റ് ചെയ്യുമെന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടുത്തെ മാസ് ഓഫ് കോപ്പർ എന്ന് പറയുന്നത് മാസ് ഓഫ് കോപ്പർ ഇസ് ഈക്വൽ ടു 1295.6 × 63.5 ഡിവൈഡഡ് ബൈ 2 × 96500 കൂളുംബ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മാസ് ഓഫ് കോപ്പർ കിട്ടും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.426 ഗ്രാം ഓഫ് കോപ്പർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ മാസ് ഓഫ് കോപ്പറും നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് 0.426 ഗ്രാം. ഇനി എന്താണ്? ഇതുപോലെ നമുക്ക് മാസ് ഓഫ് സിങ്കും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? സെൽ എ ആണ് സിങ്ക് സൾഫേറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? Zn2+ + 2 ഇലക്ട്രോൺ ഗിവിങ് Zn. ഓക്കെ, സോ 1 മോൾ ഓഫ് Zn എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 65.3 ഗ്രാം. എന്താണിത്? അറ്റോമിക് മാസ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ 2 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ എന്താണ്? നേരത്തെ കണ്ടുപിടിച്ചതുപോലെ 2 × 96500 കൂളുംബാണ്. നമുക്ക് ആവശ്യം എന്താണ്? 1295.6 കൂളുംബിൽ എത്ര മാസാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് കണ്ടുപിടിക്കാം. 125.6 കൂളുംബ് എത്ര മാസ് ഓഫ് സിങ്ക് തരും എന്നാണ് നമുക്ക് അറിയേണ്ടത്. നമ്മുടെ കയ്യിലുള്ളത് 2 × 96500 കൂളുംബ് എന്ന് പറയുന്നത് 65.3 ഗ്രാംസ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മാസ് ഓഫ് സിങ്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 1295.6 × 65.3 ഡിവൈഡഡ് ബൈ 2 × 96500 കൂളുംബ്. ഓക്കെ, സോ അതിൽ നിന്ന് നമുക്ക് മാസ് എന്ത് കിട്ടും? മാസ് വിൽ ബി ഈക്വൽ ടു 0.438 ഗ്രാം ഓഫ് സിങ്ക്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ മാസ് ഓഫ് സിങ്ക് എന്ത് വന്നു?
0.438 gram ഓഫ് സിങ്ക് എന്ന് നമുക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടൈമും മാസും നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദ ആൻസർ ഈസ് ക്ലിയർ ടു യു. താങ്ക് യു.